ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയം ഒരു നിഴനാരായണീയം, ദശകം 78. ദ്വാരകാവാസവും രുക്മിണീ സന്ദേശം പ്രാപ്തിയും. വിശ്വകർമാവിൻ്റെ കരവീരൂതോടെ വീളങ്ങുന്ന വിശ്വമാകെ കീർത്തിയേഴും ദ്വാരക തന്നിൽ ജീവാത്മാവിൽ പരമാത്മാവെന്ന പോലെ തിളങ്ങിനാൻ ജീവനായകനാം നിന്റെ പുണ്യമാം രൂപം. രേവതനാം രാജാവോതൻ മകളാകും രേവതിയെ രാമനു വേളി കഴിച്ചു കൊടുത്തുവല്ലോ. രാഗലോലൻ ഭഗവാനോ യാദവന്മാരൊത്തു ചേർന്നു രാമവിവാഹത്തെയൊരു ഉത്സവമാക്കി. ഗുരുവായൂരപ്പാ ദേവ അങ്ങയിലനുരക്തയായി വൈദർഭിയം രുക്മിണിയെ ഏട്ടനാം രുക്മി. ദുഷ്ടനാകും ചേതിരാജൻ ശിശുപാലനു നൽകിയിടാൻ തീരുമാനിച്ചു ദേവിയോ ദുഃഖിതയായി. ബാല്യാവസ്ഥയിങ്കൽ തന്നെ മോഹിതയായി രുക്മിണിയും ബലരാമ സോദരാനിൻ ദിവ്യരൂപത്തിൽ ബലശാലിയാമേട്ടനെ നേരിടുവാനാവാത്തവൾ ബ്രാഹ്മണനെ ദൂതനായി പറഞ്ഞയച്ചു. ദുർബുദ്ധികൾക്കെന്നും ദുഷ്പ്രവേശമെന്നു പ്രസിദ്ധമാം ദ്വാരകയിൽ എത്തിച്ചേർന്ന വിപ്രനെ മുതാ ദ്വാരകാനാഥനാം കൃഷ്ണൻ സൽക്കരിച്ചു ആദരിച്ചു. ദുഃഖമോചിതനായി വിപ്രൻ ഏവം പറഞ്ഞു: വിദർഭരാജധാനീയം കുണ്ടീനത്തിൽ വിളങ്ങുന്ന വിനയാന്വിതയായിടും രുക്മിണി ദേവി വിശ്വരൂപ അവിടുത്തെ പത്നിയാകാൻ മോഹിക്കുന്നു. വിവരമറിക്കുവാൻ ഞാനുമിങ്ങെത്തി. ശ്യാമസുന്ദര കേട്ടാലും രുക്മിണി നിൻ ഗുണങ്ങളെ കേട്ടു കേട്ടു അത്യധികം അനുരക്തയായി. ചേതിരാജൻ ശിശുപാലൻ എന്നെ വേൾക്കും മുമ്പേ തന്നെ ഛേദിക്കേണം അവനെ നീ എന്നെ വേൾക്കേണം. അവിടുത്തെ പത്നിയാകാൻ യോഗ്യയല്ല ഞാനെങ്കിലോ അവിടുന്നു എന്നെ ഉപേക്ഷിക്കുമെങ്കിലോ അടിയൻ ജീവൻ കളയും എത്ര ജന്മമെടുത്താലും അനുകമ്പാർദ്രിതമായി ശ്രീകൃഷ്ണമാനം. അല്ലയോ ബ്രാഹ്മണ കേൾക്കൂ, അവളെ ഞാൻ സംരക്ഷിക്കും. അത്യധികം സ്നേഹമുണ്ട് എൻ മനസ്സിലും. അവിടെ എത്തിയിടും ഞാനും രാജാക്കന്മാർ നോക്കി നിൽക്കെ അവളെയും കൊണ്ടുപോരും, സംശയം വേണ്ട. ബ്രാഹ്മണനോടൊത്തു തേരിൽ കയറി ഞാൻ ഭഗവാനും ഭക്തയ്ക്കു രക്ഷ നൽകുവാൻ അക്ഷണം തന്നെ. ആപത്തിൽ പെട്ടുഴരുന്ന അടിയനെ രക്ഷിക്കേണേ ഗുരുവായൂരപ്പ, രോഗം ശമിപ്പിക്കേണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.